നമസ്കാരം, നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. ഫിൻലൻഡിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അക്കോമഡേഷൻ, ജീവിത ചെലവുകൾ, പാർട്ട് ടൈം ജോലി സാധ്യതകൾ, പഠനത്തിന് ശേഷമുള്ള ജോലി സാധ്യതകൾ എന്നിവയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആപ്ലിക്കേഷൻ, അഡ്മിഷൻ, വിസ പ്രോസസ്സിംഗ്, ഫീസ് ആൻഡ് സ്കോളർഷിപ്പ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഫിൻലൻഡിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന രണ്ടുപേരും മാസ്റ്റേഴ്സ് ചെയ്തതിനു ശേഷം ജോലി സമ്പാദിച്ച ഒരാളുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എൻ്റെ പേര് അരുൺ. ഞാൻ ആൽത്തോ യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. നമസ്കാരം, എൻ്റെ പേര് ശ്രീവൃന്ദ. ഞാനിവിടെ താമ്പരെ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. ഹലോ, ഞാൻ ആനന്ദ് ജോർജ്. ഇവിടെ 2019 മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ് FGI എന്ന് പറഞ്ഞ കമ്പനിയിൽ റോബോട്ടിക്സ് റിസർച്ചറായിട്ട്. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ അതിൻ്റെ കൂടെയുള്ള ലിവിങ് എക്സ്പെൻസും കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നന്നായി. ഫിൻലാൻഡിൽ സ്റ്റുഡൻറ് ഹൗസിങ്ങിനായിട്ട് കുറച്ച് കമ്പനീസ് ഉണ്ട്. ഹോവാസ് എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ചില യൂണിവേഴ്സിറ്റീസിന് അവരുടേതായ സ്റ്റുഡൻറ് ഹൗസിങ്സ് ഉണ്ട്. സോ ആൾട്ടോ ആണെങ്കിൽ AYY, അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കി വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിൻലാൻഡിൽ ഒരു വാലിഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ് അക്കോമഡേഷൻ അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു അത്രയും ഹൈ ചാൻസ് നമുക്ക് കിട്ടും. കാരണം വളരെ വലിയ ക്യൂ ആണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റെന്റ് റേഞ്ച് വേണമെന്നൊക്കെ ചൂസ് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് റേഞ്ചസ് അറൌണ്ട് €250 മുതൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ട് €400 റേഞ്ചിൽ നമുക്ക് സ്റ്റുഡൻറ് അക്കോമഡേഷൻ കിട്ടും. ഒരു മാസം പെർ മന്ത് ഇത്രയും €. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന AYY അപ്പാർട്ട്മെൻറ്റിലാണ്. ആൽട്ടോ യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റുഡൻറ് ഹൗസിങ്ങിലാണ്. AYY 2 വർഷത്തേക്ക് അവിടെ താമസിക്കാൻ, ഒരു മാസ്റ്റർ സ്റ്റുഡൻറ്റ് 2 വർഷത്തേക്ക് മാത്രമേ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഹോവാസ് ആണെങ്കിൽ നമ്മൾ വാലിഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും ഡ്യൂറേഷൻ താമസിക്കാം. നമ്മൾ സ്റ്റുഡൻറ്റ് എപ്പോഴാണോ അല്ലാതാവുന്നത്, നമ്മളെ വിസ എപ്പോഴാണ് മാറുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് നോട്ടീസ്. ഇത് രണ്ടും തമ്മിൽ പ്രൈസിങ്ങിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, രണ്ടിലും പ്രൈസ് സിമിലർ ആണ്. പിന്നെ പല ടൈപ്പുള്ള അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് രണ്ടിലും. ഇപ്പം നമ്മളെ ബഡ്ജറ്റ് റേഞ്ചും നമ്മൾ എത്രയാണ് കംഫർട്ട് വേണ്ടതെന്നനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യണം. നമുക്ക് റൂമും പിന്നെ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ് അതൊക്കെ ഓൾറെഡി റെന്റിൽ ഇൻക്ലൂഡഡ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമില്ല. പല ടൈപ്പ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കിട്ടും. ഇപ്പം താമ്പരയിൽ പോവാസും തുവാസും എന്ന് പറഞ്ഞ 2 ഏജൻസിയാണ്. അപ്പോൾ ഇത് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എക്സ്പെൻസസ് അത് കുറച്ച് വ്യത്യാസമാണ്. ഞാനിപ്പോൾ ഫാമിലി അക്കോമഡേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 2 വ്യത്യാസമാണ്. അങ്ങനെയും എടുക്കാം. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയും എടുക്കാം. അതെ, ഫാമിലിക്ക് എടുക്കാം. സ്റ്റുഡിയോ, അപ്പാർട്ട്മെന്റ് ഷെയറിങ്, 2 ഷെയറിങ്, 3 ഷെയറിങ്, അങ്ങനെ ബഡ്ജറ്റ്, ഡിഫറെൻറ്റ് ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ എടുത്തേക്കുന്നത് 1 BHK, 1 ബെഡ്റൂം, ഹാൾ, കിച്ചണറ്റ്, അങ്ങനെ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് 573-600 ആ റേഞ്ച്. യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടുമോ? അതോ അത് വേറെ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇത് പോവാസ് അല്ലെങ്കിൽ തുവാസിൻ്റെ ത്രൂ തന്നെ നമുക്ക് ഫാമിലി അപ്പാർട്ട്മെന്റ് അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ എടുത്തതാണ്. ഈ 2 ഹൗസിംഗ് ഇതിൻ്റെ അല്ലാതെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ പ്രൈവറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് ഡബിൾ ദ റേറ്റ് ആണ്. പിന്നെ ഇതേപോലെ സബ് ലീസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ചില സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പോകുമ്പോൾ നമ്മൾ അവരുടെ അപ്പാർട്ട്മെന്റ് താൽക്കാലികമായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ പ്രൈവറ്റ് മാർക്കറ്റും ഇതൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ പക്ഷേ നോൺ EU സ്റ്റുഡൻസ്, അതായത് നോൺ EU ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രയോറിറ്റി ഉണ്ട് ക്യൂവിൽ. പിന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും പ്രയോറിറ്റി ഉണ്ട്. സോ അവർക്ക് ബോണസ് പോയിന്റ് ഉണ്ട് ആപ്ലിക്കേഷനിൽ. സോ അവർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. എന്നാലും കിട്ടണമെന്ന് നിർബന്ധമില്ല. റെന്റ് ഒരു 350 റേഞ്ചിൽ, സ്റ്റുഡൻറ് ഹൗസിംഗ് ആണെങ്കിൽ 350 റേഞ്ചിൽ വരും. പിന്നെ അതിന് പുറമെ എന്തായാലും നമ്മളെ ഫുഡ് ആൻഡ് അത് ഗ്രോസറി, പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസ്, ട്രാവലിനായാലും സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് ഉണ്ട്. 45% ഡിസ്കൗണ്ട് ഉണ്ട് മന്ത്ലി പാസിൽ. അതൊക്കെ ആണെങ്കിൽ റഫ്ലി €600 പെർ മന്ത് മിനിമം എക്സ്പെൻസ് വരും. ജസ്റ്റ് നമ്മളെ ഫുഡും
സ്റ്റേയും ട്രാവലും എല്ലാം കൂടി. ക്യാമ്പസിലായിരുന്നപ്പം നമുക്ക് സ്റ്റുഡൻറ് റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കാൻ പറ്റുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈം നമുക്ക് ആ ഒരു മീൽ കിട്ടും. അത് ഒരു €3 റേഞ്ചിലായിരുന്നു അതിൻ്റെ എക്സ്പെൻസ്. സോ അതൊരു നല്ല മീലാണ്. അപ്പം അത് കഴിക്കുമ്പോൾ നമ്മൾ അത്രയും കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ലായിരുന്നു. ഒരു അറ്റ്ലീസ്റ്റ് ഒരു നേരത്തേക്ക് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇതല്ലാതെ പിന്നെ എന്താ വേറെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എക്സ്പെൻസ്? ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഈവൻസ് ഒക്കെ വരുന്നില്ല, അങ്ങനത്തെ. സോ ഫസ്റ്റ് ടൈം നമ്മൾ ഫിൻലൻഡിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ സെറ്റിംഗ് അപ്പിൻ്റെ കോസ്റ്റ് ഉണ്ടാവും കുറച്ച്. അതായത് നമ്മൾ വീട്ടിലേക്ക് വേണ്ട ബെഡ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ, റൂം സെറ്റപ്പ് ചെയ്യുന്ന എക്സ്പെൻസ്, പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിന്റർ ഗിയറും ക്ലോത്തും അതിൻ്റെ എക്സ്പെൻസ്, പിന്നെ ബാക്കി മാസങ്ങളിൽ മേ ബി നമ്മൾ എക്സ്ട്രാ ഈവൻറ്റ്സ് ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസസ് മാത്രം. ഇപ്പോൾ ബെഡ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞില്ല, അപ്പോൾ അതൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല? ഇല്ല, അറ്റ്ലീസ്റ്റ് വൈവേ അപ്പാർട്ട്മെന്റ്സ് അൺഫർണിഷ്ഡ് ആണ് ആക്ച്വലി. പിന്നെ ആൾത്തോല് കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഈ ഓരോ കുട്ടികളും നമ്മൾ അവരെ അപ്പാർട്ട്മെന്റ് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അവർ ഒന്നെങ്കിൽ അത് സെല് ചെയ്യും അല്ലെങ്കിൽ ഗിവ് അവേ ചെയ്യും. സോ ഫർണിച്ചേഴ്സിനൊന്നും അത്ര എക്സ്പെൻസസ് ആവില്ല അങ്ങനെ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഈ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാർട്ട് ടൈം ജോബ്സ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്, നിങ്ങളുടെ ഈ വിസ ഒക്കെ വെച്ചിട്ട്? നമ്മളെ സ്റ്റുഡൻറ് പെർമിറ്റ് പറയുന്നത് നമ്മൾ ഓൺ ആൻ ആവറേജ് പെർ വീക്ക് 30 hours ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഫിൻലൻഡിൽ വന്ന ഉടനെ പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് ലാംഗ്വേജ്, ഫിനിഷ് ലാംഗ്വേജ് നമുക്കറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ വിന്റർ വരുന്ന സമയത്ത് വിന്റർ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്. അധികം കണ്ടുവരുന്ന പാർട്ട് ടൈം ജോബ്സ് സ്റ്റുഡൻസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പർ ഡെലിവറി, അതേപോലെ ഫുഡ് ഡെലിവറി, അതൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷെ അത് കുറച്ച് ഹാർഷാണ് ജോബ്സ്, കാരണം വിന്ററിലൊക്കെ ഔട്ട്ഡോർസ് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ട്രോപ്പിക്കൽ കൺട്രിയിൽ വരുന്നതുകൊണ്ട്. പിന്നെയുള്ള ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊഫസേഴ്സിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ TCC ആണെങ്കിൽ നമുക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാൻ പറ്റും 100%. നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ അപ്ലൈ ചെയ്യാം. ദർ ഈസ് നോ സച്ച് റിസ്ട്രിക്ഷൻ. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് ഇയർ യു ക്യാൻ അപ്ലൈ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലും ജോലി ചെയ്യാൻ പറ്റുമോ അതോ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ നോക്കാം. പുറത്തായാലും നമുക്ക് നമ്മുടെ ഇപ്പം ഞാൻ IT-യിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് IT-നെ കുറിച്ച് അറിയാം. IT-യിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിന്. അപ്പം പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നോക്കാം. ചിലപ്പം ട്രെയിനിങ് ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമുക്ക്. നാട്ടിൽ പഠിച്ചതും ഇവിടുത്തെ വേ ഓഫ് സ്റ്റഡിയിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം, അല്ലെങ്കിൽ വേ ഓഫ് ടീച്ചിങ്ങോ എൻ്റെ അപ്രോച്ചൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? നാട്ടിൽ കുറച്ചും കൂടെ ഐ തിങ്ക് കുറച്ചൊരു സ്ട്രിക്റ്റ് ആണ്. ലൈക്ക് ഓക്കെ അതിൻ്റെ ഒരു പാത്ത് ക്ലിയർ ആണ്. ഓക്കെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകണം. ഇവിടെ അത്രയും ഒരു ക്ലിയർ അല്ല. ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു മേജർ ചെയ്യുമ്പം ആ മേജറിൽ കുറച്ച് കോഴ്സസ് എനിക്ക് തീർക്കണം. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെയും കോഴ്സ് നമുക്ക് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് നമുക്ക് എടുക്കാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് ആർട്സ് ഫീൽഡ് ചെയ്ത് കോഴ്സുകൾ എടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് നല്ലപോലെ ഉണ്ട്. ഇപ്പം എനിക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് എനിക്ക് ഒരു 4-5 ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. സോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. നാട്ടിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടില്ല. എനിക്കിവിടെ അസൈൻമെൻറ്റ്സ്, ഇവിടെ ലെക്ചേഴ്സ് യൂഷ്വൽ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് കൂടുതലും ഓൺലൈൻ ലെക്ചേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ ഫുൾ ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ലെക്ചേഴ്സ് നോർമൽ ആണ്. പക്ഷേ ഇവർ തരുന്ന അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ അത് പ്രോപ്പർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള അസൈൻമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ലെക്ചറിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും അസൈൻമെൻറ്റ്സ് ത്രൂ ആണ് പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നോർത്തിലാണ് പഠിച്ചിരുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗിവൺ എ പ്രിപ്പയർഡ് ടൈം ടേബിൾ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് യു ഹാവ് ടു പ്രിപ്പയർ ഇറ്റ്. അപ്പം ഏതൊക്കെ സെമിസ്റ്ററിൽ ഇവിടെ പീരീഡ് സിസ്റ്റമാണ്, 3 months 1 പീരീഡ്. അത് അപ്പം ആ പീരീഡിൽ ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്, അതിൻ്റെ ടൈമിംഗ് നോക്കണം. അതനുസരിച്ച് നമുക്ക് ആ ഷെഡ്യൂൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് ഇനീഷ്യലി ഒരു സ്ട്രഗിൾ ആയിരുന്നു. കാരണം ക്ലാഷസ് നോക്കണം, പിന്നെ ആ 3 months ലെക്ചേഴ്സും വർക്ക്ഷോപ്സും പ്ലാൻ ചെയ്യണം. മറ്റു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ
എക്സാം ബേസ്ഡ് അല്ല കോഴ്സസ്. പല കോഴ്സസിനും എക്സാം ഇല്ല. യൂഷ്വലി അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട്സ് ആയിരിക്കും. അപ്പോൾ അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട്സ് യൂഷ്വലി നമ്മൾ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്ത് നമ്മൾ സ്വന്തം ഇരുന്ന് സോൾവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത്, അപ്പം അങ്ങനെ എല്ലാ ലൈക്ക് ഒരു കോഴ്സിൻ്റെ എല്ലാ ഔട്ട്പുട്ട് ഫൈനൽ എക്സാമിലേക്ക് മാറ്റി വെക്കാതെ ഈ അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട്സിലൊക്കെ ഉള്ള ലേണിങ്സ്. സോ പോരാത്തതിന് ഈ ടാസ്ക് ഒക്കെ റെലവൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. നമ്മൾ ഫ്യൂച്ചറിൽ വർക്കിന് വേണ്ടി റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ ആഡ് ചെയ്യുന്ന പോലത്തെ അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട്സ് ആണ്. അപ്പോൾ നാട്ടിൽ കൂടുതൽ എക്സാം ബേസ്ഡ് ആണ്. സോ അതാണ് മെയിൻ വ്യത്യാസം. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എത്ര നാള് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആസ് പെർ ലേറ്റസ്റ്റ് റെഗുലേഷൻ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നമുക്ക് ജോബ് സീക്കിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലുള്ള ക്യാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വർഷത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തേക്ക് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ള നമ്മളെ ഇൻകം നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. ഫോർ ഇൻസ്റ്റൻസ് 2 വർഷമാകുമ്പോൾ 6,720 euros ഡബിൾ എമൗണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തേക്കുള്ള ജോബ് സീക്കിംഗ് വിസ കിട്ടും. നമ്മുടെ നാട്ടിൽ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒക്കെ പോലെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? നാട്ടിൽ നമുക്ക് 4th ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആകുമ്പോൾ കമ്പനീസ് നമ്മൾ ക്യാമ്പസിൽ വന്നിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ജോബ് അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം, ലിങ്ക്ഡിൻ, അതേപോലെ മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ജോബ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കമ്പനീസിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് കിട്ടുന്ന പോലെയാണ്. ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമുക്ക് തീസിസ് ഒക്കെ ആണെങ്കിൽ തീസിസ് പൊസിഷൻസിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സമ്മറിലേക്കാണെങ്കിൽ കുറേ സമ്മർ ഇന്റേൺഷിപ്പ് ഓപ്പണിങ്സ് ഉണ്ടാകും. അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ജോബ് അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു 3 months സമ്മർ കോൺട്രാക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ അല്ല, ഇനി ഫുൾ ടൈം ആയിട്ട് നമുക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനി ഹയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫുൾ ടൈം വർക്കറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ നമ്മൾ വിസ ഒരു വർക്ക് വിസയിലേക്ക് മാറുകയും ചെയ്യും. നമുക്ക് ഈ സ്റ്റഡീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പാരലായിട്ട്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 4 വർഷത്തെ സ്റ്റഡി റൈറ്റിനുള്ളിൽ നമ്മൾ ഈ മാസ്റ്റേഴ്സ് തീർത്താൽ മതി. പിന്നെ ആ ഫീ പേയിങ് ലയബിലിറ്റി വരില്ല നമ്മൾ വിസ മാറിയോണ്ട്. ഫസ്റ്റ് ഇയറിൽ ജോബിന് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഡിസംബറിൽ ഞാൻ ജോബിന് ട്രൈ ചെയ്തു. ഇപ്പോൾ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പം 6 months ഫ്രം ഏപ്രിൽ എൻ്റെ വർക്ക് തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ അപ്പോൾ പാരലലി ഇപ്പോൾ എൻ്റെ പ്ലാൻ ചെയ്താൽ പാരലലി സ്റ്റഡീസും തിസീസും ചെയ്യാൻ ജോബും ചെയ്യാനാണ് പ്ലാൻ. തിസീസ് ചെയ്യാൻ നേരത്ത് ഞാനിവിടെ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിരുന്നു, ഈ FJ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ എനിക്ക് അവിടെ തിസീസ് പൊസിഷൻ കിട്ടി ഈ സ്റ്റഡീസ് കഴിയുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ അവിടെ മാസ്റ്റേഴ്സ് തീസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജോബ് ഹണ്ടിങ് ആ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ തിസീസ് ചെയ്ത ആൾക്കാർ, സോ അവർക്ക് ഒരു കുറച്ച് ടൈം എടുത്തിരുന്നു ഒരു ജോലി കിട്ടാൻ. പിന്നെ എനിക്കൊന്ന് അവർക്ക് ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ജോലി കിട്ടാൻ അത്ര വലിയ വിഷമം ഉണ്ടായിട്ടില്ല. സ്റ്റുഡൻറ് വിസയിൽ നിന്ന് മറ്റ് ജോബ് വിസയിലേക്ക് മാറുന്ന പ്രോസസ്സ് എളുപ്പമാണോ? ഇപ്പം നമുക്കൊരു ഇവിടെ ജോബ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഈ സ്റ്റുഡൻറ് വിസ മാറ്റി നമുക്ക് അപ്ലൈ ചെയ്യാം. ലൈക്ക് നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നമ്മുടെ റീസൺ ഈ ഒരു ഓൺ ദി ബേസിസ് ഓഫ് ജോബ് ആണെങ്കിലും പിന്നെ നമുക്കത് ജോബ് വിസ പോലെ നമുക്ക് കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ റെസിഡൻസ് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ റീസൺ വേണം. അപ്പം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഈവൻ ഇഫ് നമ്മൾ പഠിക്കുകയാണെങ്കിലും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതൊരു ടൈപ്പ് എ വിസ പോലെ അങ്ങനെ നമുക്ക് കിട്ടും. ഇവിടെ നാട്ടിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് തോന്നിയിട്ടുള്ളത്? മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ മേ ബി ആ ഒരു ഹൈറാർക്കി ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നാട്ടിൽ നമുക്ക് മാനേജേഴ്സ് ഉണ്ട്. സോ നമ്മളൊരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, മേ ബി റെസ്പെക്ട്, മോർ ദാൻ റെസ്പെക്ട്, മേ ബി അതൊരു പേടിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇവിടെ ആ ഒരു അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പം നോക്കി, ഇപ്പം എൻ്റെ മാനേജറിനോട് എനിക്കിപ്പോൾ എപ്പോഴും പോയി സംസാരിക്കാം, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഈവൻ അവരുടെ മാനേജറും എല്ലാവരും സെയിം ഓഫീസിൽ തന്നെയാണ്. ആൻഡ് ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ഒരു വലിയൊരു ഒരാൾക്കിങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ പേടിക്കണം എന്നുള്ളൊരു രീതിയൊന്നും ഇല്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. പിന്നെ ഓപ്പൺലി നമുക്ക് എന്തും ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം
ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട, വേറെങ്കിലും ചെയ്യാം, അങ്ങനെ ചെയ്യണമെങ്കിലും അങ്ങനെ പറയാൻ ഇവിടെ ഒരു കുഴപ്പമില്ല. നാട്ടിൽ മേ ബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല നമ്മൾ അങ്ങനെ പറയാം. നാട്ടിലിപ്പോൾ പറയും ഫ്ലെക്സിബിൾ അവേഴ്സ് എന്ന് പറയും, ഇവിടെയും ഫ്ലെക്സിബിൾ അവേഴ്സ് ആണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ നാട്ടിൽ അതുകൊണ്ട് വിചാരിക്കുന്നത് ഏത് സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വരും. പക്ഷെ ഇപ്പം ഇവിടെ അങ്ങനെയില്ല. ഇപ്പം എനിക്കിവിടെ ഒരു ദിവസം ഒരു 7 മണിക്കൂർ 15 മിനിറ്റ് വർക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിപ്പം അതിന് ടൈമില്ല, ഇപ്പോൾ അവന് വർക്ക് ചെയ്യാം. ഇപ്പോൾ ചില ദിവസം കുറച്ച് വർക്ക് ചെയ്തിട്ട് ബാക്കി ദിവസം കൂടുതൽ വർക്ക് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. മാസ്റ്റേഴ്സിന് ശേഷം നോർഡിക്സിൽ PhDയും പോസ്റ്റ് ഡോക്കും ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്ക് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് വിവരങ്ങൾ പങ്കുവച്ച അരുണിനും ശ്രീവൃന്ദയ്ക്കും ആനന്ദിനും ഒരുപാട് നന്ദി. ഇതുപോലുള്ള മറ്റ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നോർഡിക് മലയാളം.